എങ്ങനെയാണ് സമ്പത്ത് വിനിയോഗിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവാചകന്മാരെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് പടച്ചവനെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് ആ പടച്ചവന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നതിനെ നമ്മൾ സമീപിക്കേണ്ടത്. ഈ 4 വിഷയമാണ് എന്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആദ്യമായി ഞാനൊന്ന് പറയട്ടെ, സാമ്പത്തിക വിഷയത്തിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, ചില ആളുകൾ ഇങ്ങേയറ്റമാണ് കാണിക്കുന്നത്, അഥവാ പിശുക്കാണ്. അവര് ഒരു പൈസ കൊടുക്കൂല. പാവപ്പെട്ടവന് വിശന്ന് കഴിയുമ്പോ, പട്ടിണി പാവങ്ങള് പേക്കോലങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവന്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവന്, കയറി കിടക്കാടമില്ലാത്തവന് പാടുപെടുമ്പോ അവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ മനസ്സില്ലാത്തവരാ. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, ഒരു ഉടുപ്പിന്റെ തുണി കൊടുക്കാൻ, ഒരു മുണ്ട് വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത, മനസ്സില്ലാത്ത ആളുകളായി നമ്മുടെ മുമ്പിൽ പിശുക്കന്മാര് വളർന്നു വരുമ്പോ ഇസ്ലാം പറയുന്നു, പിശുക്ക് പാടില്ല, പിശുക്ക് പാടില്ല. അത് സമ്പത്ത് ചെലവഴിക്കുന്നതിന്റെ ഇങ്ങേ തലക്കിലെ ചില ആളുകൾ ചെയ്യുന്നതാണ്. സമ്പന്ന വരേണ്യവർഗമെന്ന് പറയുന്ന ചില ആളുകള്, അവർക്ക് ന്യായമുണ്ട്. എന്താണെന്നറിയോ? അവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് സമ്പത്ത് തന്നത് അല്ലാഹുവാ, അവന് കൊടുക്കാത്തതും അല്ലാഹുവാ. അല്ലാഹ്ക്കറിയാമല്ലോ അവന് കൊടുക്കണമെന്ന്, പക്ഷെ അല്ല കൊടുത്തില്ലല്ലോ. അല്ല കൊടുക്കാത്തവന് പിന്നെ ഞാൻ കൊടുക്കേണ്ടതുണ്ടോ? സകാത്ത് നിഷേധികളായ ഒരു വിഭാഗം സമ്പന്ന വരേണ്യവർഗം ചിന്തിക്കുന്നത് അങ്ങനെയാ. എനിക്ക് സമ്പത്ത് തന്നത് അല്ലാഹുവാണ്, അവന് സമ്പത്ത് കൊടുക്കാത്തതും അല്ലാഹുവാണ്. എന്നാ എന്തുകൊണ്ട് പടച്ചവൻ കൊടുക്കാത്ത ഒരുത്തന് ഞാൻ എന്തിനാ കൊടുക്കേണ്ടത്? അവന് കൊടുക്കണമെന്ന് അല്ലാഹ്ക്കറിയാമല്ലോ, അവന് കിട്ടിയില്ലെന്നും പടച്ചവൻ അറിയാമല്ലോ. അവൻ അല്ല കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകളാ. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ആളുകൾ പിശുക്കന്മാരാ. അവരോട് ഒരു നയാ പൈസ ചോദിച്ചിട്ട് കാര്യമില്ല. അവനൊന്നും തരില്ല, അവനൊന്നും കൊടുക്കില്ല. പാവപ്പെട്ടവന് വിശന്ന് കഴിയുന്നത് അവന് സങ്കടമില്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെടുന്നത് കാണുമ്പോ അവന് വേദനയില്ല. പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ കഴിയാത്ത നിലയിൽ നിരവധി ആളുകളെ കണ്ണീര് കയ്യുമായി കാണുന്നത് കഴിയുന്നവർക്ക് പ്രശ്നമല്ല. സഹോദരങ്ങളെ, ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വാരിക്കൊടുക്കാൻ ഭാഗ്യമില്ലാത്തവര് എത്ര മാതാപിതാക്കളാ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. തന്റെ അമ്മ മരിച്ചപ്പോൾ അമ്മയെ അടക്കാൻ 1 സെന്റ് ഭൂമിയില്ലാത്തതിന്റെ പേരിൽ, ഒരു പിടി മണ്ണില്ലാത്തതിന്റെ പേരിൽ അടുക്കളയിൽ കുഴികുത്തിയിട്ട് അടുക്കളയിൽ മറവ് ചെയ്ത പാലക്കാട് അട്ടപ്പാടിയിലല്ലേ, ഈ കേരളത്തിൽ പോലും എത്രയോ സ്ഥലങ്ങളിലാണ് തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെന്ന് മരിച്ചുപോയ ആ മരണപ്പെട്ടു പോകുന്ന മാതാപിതാക്കളെ, അല്ലെങ്കിൽ ഭാര്യ മക്കളെ അടക്കാനൊന്ന് കുടിച്ചിടാൻ 1 സെന്റ് ഭൂമിയില്ലാതെ പെടാ പാടുപെടുന്ന കാലഘട്ടത്തിലാ നമ്മൾ ജീവിക്കുന്നത്. വിശപ്പിന്റെ വിളിയാളം മൂലം മണ്ണ് വാരി തിന്നതാരാ? ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയാകുന്ന, ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ നിൽക്കുന്ന, സെക്രട്ടേറിയറ്റ് നിൽക്കുന്ന തിരുവനന്തപുരത്തെ അനന്തപുരിയുടെ വിരിമാറിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പാവപ്പെട്ട സഹോദരനാണ്. ആ സഹോദരനെ മണ്ണ് വാരി തിന്നുകയാ, മണ്ണ് വാരി തിന്നുകയാണ് സഹോദരങ്ങളെ. ഇതെല്ലാം നമ്മുടെ മുന്നിൽ നമ്മൾ കാണുമ്പോ അല്ലാഹു സുഭിക്ഷമായ ഭക്ഷണം നമുക്ക് തന്നല്ലോ. ആർഭാടത്തിന് നമ്മൾ ഒട്ടും പിറകിലല്ലോ. കാസർഗോഡ് ജില്ലക്കാട് വീട്ടിൽ ആർഭാടത്തിന് കുറവില്ല, വിവാഹ മാമാങ്കങ്ങളിൽ ആർഭാടത്തിന് കുറവൊന്നുമില്ലല്ലോ. ഇതെല്ലാം നമ്മൾ നടത്തുമ്പോ ഒരു ഗ്രാം സ്വർണമില്ലാതെ, 1 ഗ്രാം സ്വർണമില്ലാതെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കെട്ടിച്ചയക്കാൻ ഭാഗ്യമില്ലാതെ കഷ്ടപ്പെടുന്ന, വിഷമിക്കുന്ന ആയിരക്കണക്കായ സഹോദരീ സഹോദരങ്ങൾ ജീവിക്കുന്ന നാട്ടിലാ നമ്മളും ജീവിക്കുക. ആ നാട്ടിലാ നമ്മളും ജീവിക്കുന്നത്. അതുകൊണ്ട് പിശുക്കന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാടില്ല. അത് സമ്പത്തിന്റെ ഇങ്ങേ അറ്റമാണെങ്കിൽ അങ്ങേ അറ്റം ഒരു തലം കൂടിയുണ്ട്. എന്താണെന്നറിയോ? അതിന് പറയുന്ന പേര് ഇസ്രാഫ് എന്നാ. ധാരാളം നമ്മളെ ചെലവ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചെലവ് ചെയ്യുന്നുണ്ട്. അതിന് പറയുന്നത് ദൂർത്ത്. ഇത് രണ്ടും ഇസ്ലാം അനുവദിക്കുന്നില്ല സഹോദരാ. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞു എങ്ങനെയാ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു നമ്മളെ നിയോഗിച്ചത് വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതാ, നിങ്ങളെ ഒരു സന്തുലിത സമൂഹമായി നിയോഗിച്ചു എന്ന് പറയുമ്പോ സമ്പത്ത് തീരെ പിടിച്ചു വെച്ചിട്ട് കൊടുക്കാതിരിക്കലല്ല, കൊടുത്തു അങ്ങേയറ്റം ദൂർത്തന്മാരായി മാറാനുമല്ല. സഹോദരങ്ങളെ,
ലുബ്ബ് കാണിച്ചിട്ട് വീട് വെക്കാതിരിക്കലല്ല, ആർഭാടത്തിന്റെ കൊട്ടാരത്തിന്റെ അമ്പരചുംബിയായ മണിമേടകളെ കെട്ടിപ്പൊക്കാനുമല്ല ഇസ്ലാം പഠിപ്പിച്ചത്. പിന്നെ എങ്ങനെയാ ഇസ്ലാം പഠിപ്പിച്ചത്? തന്റെ പൊന്നുമോളെ കല്യാണം കഴിച്ചേക്കുമ്പോ ആ പൊന്നുമോക്ക് ആവശ്യമായ ഒരു പുടവ വാങ്ങിക്കൊടുക്കാതെ, ആ പൊന്നുമോക്ക് ഒരു പെണ്ണ് ഇഷ്ടപ്പെടുന്ന ഒരു സ്വർണ്ണാഭരണം വാങ്ങിക്കൊടുക്കാതെ, അതേ സ്വർണം ഒരു പെണ്ണിന്റെ സ്വപ്നമാ, ഒരു പെണ്ണിന്റെ സന്തോഷമാ. ആയിഷ റളിയല്ലാഹു തആല യാത്ര പോകുമ്പോ തന്റെ കയ്യിൽ 1 ഗ്രാമിന്റെ സ്വർണമില്ലാത്തതിന്റെ പേരിൽ, ഗോൾഡ് ഇല്ലാത്തതിന്റെ പേരിൽ അസ്മാ എന്ന തന്റെ സഹോദരിയിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ട് കൊണ്ടുപോകുമായിരുന്നല്ലോ. ആ മാലയല്ലേ കളഞ്ഞു പോയത്? ആ കളഞ്ഞ മാല എടുക്കാൻ വേണ്ടി പോകുമ്പോഴല്ലേ വ്യഭിചാരോപണം നടത്തിയത്? അതിന്റെ പേരിലല്ലേ സൂറത്തുൻ നൂർ അവതരണമായത്? ഇങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു പെണ്ണിന്റെ സ്വപ്നമാണ് സ്വർണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരാ, തന്റെ പ്രിയപ്പെട്ട പെൺമകളെ കെട്ടിച്ചേക്കുമ്പോ ആ മക്കൾക്ക് 1 ഗ്രാമിന്റെ സ്വർണം കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഒരു കല്യാണ പുടവ വാങ്ങി കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകളുണ്ട്. അതിന് ഇസ്ലാം എതിരാണ് കേട്ടോ. മാത്രമല്ല, ആ മകളെ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോ ആർഭാടം നടപ്പിയിട്ട് കോടിക്കണക്കിന് രൂപ വാരിയെറിയുന്ന ദുഷിച്ചു പോയ സമുദായം നമ്മുടെ മുമ്പിലുണ്ട്. അതും ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. പിന്നെ എങ്ങനെയാ നമ്മൾ ഈ സന്തുലിതാവസ്ഥ സമ്പത്തിന്റെ വിഷയത്തിൽ എടുക്കേണ്ടത്? അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ പഠിപ്പിക്കുകയാ, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, വല്ലദീന ഇദാ അൻഫഖൂ, ആരെങ്കിലും ഒരാൾ ചെലവ് ചെയ്താൽ, ആരെങ്കിലും ചെലവ് ചെയ്യുകയാണെങ്കിൽ, അഥവാ പരിശുദ്ധമായ ദീനനുസരിച്ചുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട്, അത് സ്വന്തം മക്കൾക്കാകാ, സ്വന്തം ഭാര്യക്കാകാ, അത് കുടുംബത്തിനാകാ, അല്ലെങ്കിൽ പള്ളിക്കാകാ, മദ്രസക്കാകാ, അങ്ങനെ ചെലവ് ചെയ്യുമ്പോ ലം യുസ്രിഫൂ, അവന് ഇസ്റാഫ് കാണിക്കാൻ പാടില്ല, അവന് ദുർവ്യയം ചെയ്യാൻ പാടില്ല. വലം യഖ്തുറൂ, അവൻ ലുബ്ദ് കാണിക്കാനും പാടില്ല. പിന്നെ എന്താണ് അവന് ചെയ്യേണ്ടത്? വകാന ബൈന ദാലിക ഖവാമാ, അത് രണ്ടിന്റെയും ഇടയിൽ സന്തുലിതാവസ്ഥ സ്ഥിരീകരിക്കണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. സഅദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലെത്തി. സഅദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തിയിട്ട് പറഞ്ഞു, നബിയേ, എനിക്കാകെ ഒരു മകളെ ഉള്ളൂ, എനിക്ക് അല്ലാഹു ഒരു മകളെ മാത്രമേ തന്നിട്ടുള്ളൂ, എനിക്കാണെങ്കിലോ ഇഷ്ടം പോലെ ധനവും ഉണ്ട്. ചിന്തിക്കണേ, ഇത് കേൾക്കുമ്പോ നിങ്ങൾ ആരും പള്ളിക്ക് ഇനി ഒന്നും കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നതല്ല. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒരു വലിയ സന്ദേശം നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഅദ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്ക് ഒരു മകളല്ലേ ഉള്ളൂ, ഇഷ്ടംപോലെ സമ്പത്തും എനിക്കുണ്ട്, അതുകൊണ്ട് എന്റെ സമ്പത്തിന്റെ 2/3 ഭാഗം ഞാനത് ബൈത്തുൽ മാലിലേക്ക് തരട്ടെ എന്ന് ചോദിച്ചു. 2/3 ഭാഗം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വേണ്ട, നീ അത് ചെയ്യണ്ട. അപ്പൊ ചോദിച്ചു, നബിയെ, അതിന്റെ പകുതി ഞാൻ തരട്ടെ, 2/1. അവൻ പറഞ്ഞു, വേണ്ട, അത് വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേണ്ട എന്ന് പറഞ്ഞപ്പോ മൂന്നാമതായിട്ട് സഅദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്നാൽ നബിയേ, ഞാൻ 1/3 ഞാൻ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല, കൊടുത്തോ. എന്നാലും കുഴപ്പമില്ല, നീ കൊടുത്തോ, അത് കൂടുതലാണ്. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ 2/3 കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ട എന്ന് പറയുകയും, എന്നാ പകുതി കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് വേണ്ട എന്ന് പറയുകയും, എന്നാ 1/3 ഭാഗം കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് കൂടുതലാണ്, എന്നാലും നിന്നെ ഞാൻ സങ്കടപ്പെടുത്തുന്നില്ല, കൊടുത്തോ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതാണ് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടത്.
ഇങ്ങേയറ്റവും ആകരുത്, അങ്ങേയറ്റവും ആകരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ റസൂല് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, സഅദേ, നീ നിന്റെ പ്രിയപ്പെട്ട മക്കളെയും നിന്റെ അനന്തരാവകാശികളെയും നിന്നെ ആശ്രയിച്ച് കഴിയുന്നവരെയും അനാഥരാക്കിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നവരാക്കി ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഖൈർ അവരെ സമ്പന്നരാക്കിയിട്ട് മരിക്കലാണ് സഅദേ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാ, നിന്റെ പ്രിയപ്പെട്ടവരെ സമ്പന്നതയിൽ എത്തിച്ചിട്ട് നീ മരിക്കല് അവരെ കൈനീട്ടുന്നവരാക്കി മാറ്റുന്നതിനേക്കാൾ മെച്ചമാണ്, അതിനേക്കാൾ കരണീയമാണ്, നന്മയാണ് സഅദേ എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുക്കുമ്പോ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുക്കുമ്പോ, നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് കൊടുക്കുമ്പോ, ആ കഴിയുന്നവർക്ക് കൊടുക്കുന്നത് കുറഞ്ഞു പോയാൽ അതെല്ലാം വാരി പള്ളിക്ക് കൊടുത്താ കൂലി ലഭിക്കും. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട മക്കള് നാളെ എന്താ ചെയ്യുക? ജീവിക്കാൻ നിവർത്തിയില്ലാതെ വകയില്ലാതെ ആളുകളുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടി യാചിക്കുന്ന അവസ്ഥയുണ്ടാകും. അത് ഇസ്ലാം നിരോധിച്ചതല്ലേ? ആളുകളുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്നത് ഇസ്ലാം നിരോധിച്ച കാര്യമാ. അത് അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രം, അത്യാവശ്യത്തിന് മാത്രം അനുവാദം കൊടുത്തതാ, അല്ലാതെ ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, മുകളിലത്തെ കൈയാണ് അടിയിലത്തെ കൈയേക്കാൾ ഖൈർ എന്ന് പറഞ്ഞില്ലേ? എന്താ പറയാനുള്ള കാരണമെന്നറിയോ? ഒരാളെ കൈനീട്ടി വാങ്ങുന്നത് അടിയിലത്തെ കൈയാണ്, ഇനി അയാൾക്ക് കൊടുക്കുന്നത് മുകളിലത്തെ കൈയാണ്. സഹോദരങ്ങളെ, ചിന്തിച്ച് നോക്ക്. രണ്ട് കൈകൾ ചേർന്നിരിക്കുമ്പോ ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മുകളിലത്തെ കൈയാ, വാങ്ങുന്ന കൈ അതിൽ നിന്ന് താഴത്തെ കൈയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ താഴത്തെ കയ്യേക്കാൾ ഖൈർ മുകളിലത്തെ കൈയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീന് നിരോധിച്ചിട്ടുണ്ട് യാചന. നിന്റെ പൊന്നുമക്കളെ യാചിക്കുന്ന ഒരു സാഹചര്യം വരാൻ പാടില്ല. നിന്റെ മക്കളെ യാചിക്കാൻ വിട്ടിട്ട് നീ നിന്റെ പ്രിയപ്പെട്ടവർക്ക് നീ ഒന്നും കൊടുക്കാതെ അവര് നാളെ ഭിക്ഷാടനം നടത്തി ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീ വലിച്ചെറിഞ്ഞ് നീ മറ്റുള്ളവർക്ക് വേണ്ടി ധനം ചെലവഴിച്ചാൽ, അത് പള്ളിക്കായാലും എവിടത്തേക്കായാലും അതിനേക്കാൾ ഖൈറെന്ന് പറയുന്ന നിന്റെ പ്രിയപ്പെട്ടവരെ സമ്പന്നതയിലെത്തിക്കലമ്മ. സഹോദരങ്ങളെ, ഇത് രണ്ടും അള്ളാന്റെ വിശുദ്ധമായ ദീനിന്റെ സന്ദേശമാണ്. അതുകൊണ്ട് മുറുകെ പിടിച്ചോ. നമ്മൾ എന്ത് ചെലവ് ചെയ്താലും വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. രണ്ടിന്റെയും ഇടയിലാണ് നീ സ്വീകരിക്കേണ്ടത്. രണ്ടിന്റെയും ഇടയിലുള്ള സന്തുലിത സാഹചര്യം, അതാണ് നീ ഉണ്ടാക്കേണ്ടത്. തീരെ അങ്ങ് കൊടുക്കാതെ പിടിച്ചു വെക്കരുത്. നീ കൊടുത്ത്, ഇപ്പൊ ഒരാള് പറയാണ് ദീനിന്റെ മഹത്വം അല്ലെങ്കിൽ സദഖയുടെ മഹത്വം പറഞ്ഞ് എത്ര പറഞ്ഞിട്ടും ഒരു രൂപയും കൊടുത്തില്ല, അതും തെറ്റാണ്. എന്തെങ്കിലും പള്ളിക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ എന്റെ 10 സെന്റ് ആ വീടും ഞാനിതാ പള്ളിക്ക് വേണ്ടി തരുന്നു, അല്ലെങ്കിൽ ഞാനത് വിറ്റിട്ട് അത് മുഴുവനും പള്ളിക്ക് വേണ്ടി തരുന്നു എന്ന് പറഞ്ഞ് അത് 2 പള്ളിക്ക് എഴുതി കൊടുത്തിട്ട്, ആ വീടും വീട് നിൽക്കുന്ന വസ്തുവും പള്ളിക്ക് എഴുതി കൊടുത്തിട്ട് നീയും നിന്റെ മക്കളും കൂടി റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും ചെന്ന് കൈനീട്ടി യാചിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നിന്റെ മക്കളെ നല്ല നിലയിൽ സമ്പൽ സമൃദ്ധിയിലാക്കലാണെന്ന് പഠിപ്പിച്ചത് കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് സമ്പത്തിന്റെ വിഷയത്തിൽ നമ്മൾ സമീപിക്കേണ്ടത്. നമ്മൾ അങ്ങനെയാകണം. എല്ലാം ഇട്ടെറിഞ്ഞു കൊടുത്ത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്നത് വീട്ടിൽ എന്തുണ്ട്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എന്തെങ്കിലും ഉള്ളത് വീട്ടിൽ നിന്ന് കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും അബൂബക്കറിനെ പരാജയപ്പെടുത്തണമെന്ന വാശിയോടെ മത്സരം അങ്ങനെയാകണം. മത്സരിക്കേണ്ടത് അങ്ങനെയാണ്. ദീനിന്റെ വിഷയത്തിലും മത്സരിക്കണം. ദീനിന്റെ വിഷയത്തിലും മത്സരിക്കണം. അല്ലാതെ ഭൗതികതയ്ക്ക് വേണ്ടി പേരെടുക്കാൻ വേണ്ടിയിട്ട് മത്സരിച്ച പോരാ. മത്സരിക്കേണ്ടത് ദീനിന്റെ വിഷയത്തിലാണ്. അവന്റെ ഒരു മകനെ ഹാഫിളാക്കിയാൽ നമ്മൾ 2 മക്കളെ ഹാഫിളാക്കണം. പേരെടുക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ദീനിന്റെ വിഷയത്തിൽ നമ്മൾ മത്സരിക്കുന്നവരാകണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ ഏതെങ്കിലും യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ ഈ മത്സരം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കണമെന്ന് ആഗ്രഹം വന്നു. ആ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായി. നമ്മൾ ചോദിച്ചു, ആരെങ്കിലും ആ പെൺകുട്ടി ഏറ്റെടുക്കുമോ എന്ന്. ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ചു പറഞ്ഞൊരു സഹോദരനുണ്ട്. കൊല്ലം ജില്ലയില് ഞാൻ പഠനം നടത്തുകയും ചെയ്ത കരുനാഗപ്പള്ളിക്കടുത്ത് ചിറ്റുമൂല എന്ന് പറയുന്ന ഒരു പ്രദേശം കൊല്ലം ജില്ലയിലാണ്. അവിടെ കഴിഞ്ഞ 2 മാസം ഡിസംബർ 12-ാം തീയതിയും നവംബർ മാസം 28-ാം തീയതിയും ഈ വിനീതൻ പ്രഭാഷണം നടത്തി. 2 മാസവും ഒരു സംഘാടകര് തന്നെ. അവര് ഈ മാസം 29-ന് അടുത്ത 3ാമത്തെ പരിപാടി വെച്ചിരിക്കുകയാണ്. അടുത്ത ഫെബ്രുവരിയിലും അവരുടെ പരിപാടിയുണ്ട്. വെറുതെ പരിപാടി വെക്കലല്ല, ആ സംഘാടകര് ചെയ്യുന്നത് ഓരോ മാസവും ഓരോ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചേക്കും. ഓരോ മാസവും ആവശ്യമായത് സദസ്സിൽ ചോദിക്കുന്ന ഒരു 5 പവൻ വേണമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. ഓരോരുത്തരേക്കുന്നു. 1 മാസത്തിന്റെ അവധി അതിനിടയിൽ അവർ കൊടുക്കുന്നു. ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയക്കുന്നു. അവരുടെ താല്പര്യവും അവരുടെ സഹകരണവും കണ്ടപ്പോ അടുത്ത വരുന്ന മാസത്തെ കല്യാണം 2 പെൺകുട്ടികളെയാണ്, ഒരു മുസ്ലിമിനെയും ഒരു അമുസ്ലിമിനെയും. ഇങ്ങനെ നമ്മുടെ മനസ്സിനകത്ത് ഇതുപോലുള്ള താല്പര്യം, അത് നല്ലൊരു കാര്യമാണ്. ഇനി ചോദിച്ചിട്ട് 1 രൂപ കൊടുത്തില്ല. തന്റെ മക്കൾക്ക് ആവശ്യമായ സ്വർണം മൊത്തം കൊടുത്തു, അവർക്ക് ആവശ്യമായ സ്വത്ത് മുഴുവനും കൊടുത്തു. പക്ഷേ നാട്ടിലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കുന്നതിന് ചോദിച്ചപ്പോ 1 രൂപ കൊടുക്കുന്നില്ല. അത് തെറ്റ്. ഇനി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കണമെന്ന് ആഗ്രഹം വന്നിട്ട് താനും തന്റെ ഭാര്യ മക്കളും കിടക്കുന്ന വീട് അത് വിറ്റിട്ട് ആരാന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നതും തെറ്റ്. തെറ്റെന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റെന്നല്ല. അതിനേക്കാൾ നല്ലത് നിന്റെ മക്കൾക്ക് ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്താത്ത നിലയിൽ നീ അവർക്ക് സമ്പത്ത് സ്വരൂപിച്ചു കൊടുക്കലാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെയാകണം നമ്മൾ. ഒരിക്കലും നമ്മൾ ദുർവ്യയം ചെയ്യാൻ പാടില്ല. ആർഭാടം നമുക്ക് വേണ്ട, തീരെ നമുക്കില്ലായ്മയും നമുക്ക് വേണ്ട. ഒരിക്കലും നമ്മളെ സഹകരിക്കാത്ത അവസ്ഥയും വരാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയാണ് സമ്പത്തിന്റെ വിഷയത്തിൽ നാം തിരിച്ച് റബ്ബിനോട് കാണിക്കേണ്ടതെങ്കിൽ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള പ്രവാചകന്മാരുടെ വിഷയം വരുമ്പോ തിരുനബിയോടുള്ള പ്രണയത്തിന്റെ പേരിൽ നമ്മളെ പറഞ്ഞ് അള്ളാന്റെ ഹബീബ് ഒരു നബിയല്ല, മനുഷ്യനല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് നബിതങ്ങൾ ഒരു ദൈവമാണെന്ന് വരുത്തി തീർക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനെയാണ് പ്രവാചകന്റെ വിഷയത്തിൽ ആളുകൾ കാണുന്നത്. ഒന്ന് അങ്ങേ അറ്റമാണ്, അത് ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാം ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞു. അത് പാടില്ല. ദൈവത്തിന്റെ പുത്രനാണ് ഈസാ നബി എന്ന് പറഞ്ഞു. അതൊരിക്കലും പാടില്ല. ഈസാ നബിയോടുള്ള ബഹുമാനം കൊണ്ടാണ് ബഹുമാനിച്ച് അവസാനം പറഞ്ഞു, നിങ്ങളൊരു മനുഷ്യനല്ല, നിങ്ങൾ ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ്. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. മുസ്ലിമേ, പുകഴ്ത്താം, പക്ഷേ നമുക്ക് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ ചില ആളുകൾ ഇങ്ങേ അറ്റമാണ് സ്വീകരിച്ചത്. അള്ളാന്റെ പ്രവാചകന്മാരെ കളവാക്കാൻ തുടങ്ങി. മുഹമ്മദേ, നിന്നെ എന്തിനാ അള്ളാഹു നിയോഗിച്ചത്? ഇവിടത്തെ സമ്പന്ന വർഗത്തിൽ നിന്നൊരു പ്രവാചകനെ അള്ളാഹ് എടുക്കാമായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് നീ അങ്ങാടിയിൽ നടക്കുന്ന, ഞങ്ങളോടൊപ്പം ആടിനെ മേയ്ക്കുന്ന, പട്ടിണിയിലും പരിവട്ടത്തിലുമുള്ള അബ്ദുള്ളയുടെ മകനായ നിന്നെയാണോ പടച്ചവന് പ്രവാചകനായി കിട്ടിയത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ ആക്ഷേപിക്കാൻ തുടങ്ങുമ്പോ, എന്നാ ഒരു സമൂഹം പ്രവാചകന്മാരെ കൊന്നില്ലേ? സക്കരിയ
നബി അലൈഹിസ്സലാമിനെ കൊന്നു കളഞ്ഞില്ലേ? എങ്ങനെയാ കൊന്നത്? സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പൊന്നുമോന് യഹ്യാ നബിയുടെ മരണ വാർത്ത അറിഞ്ഞു. ആ വാർത്ത അറിഞ്ഞിട്ട് ഓടി വന്ന സക്കരിയ നബി അലൈഹിസ്സലാം, അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനാണ് സക്കരിയ നബി അലൈഹിസ്സലാം. ആ സക്കരിയ നബി അലൈഹിസ്സലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മരത്തിനകത്തേക്ക് കയറി ഒളിക്കുകയാണ്. വലിയൊരു മരമാണ്. ആ മരത്തിനകത്ത് കയറി ഒളിക്കുമ്പോ സക്കരിയ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് രാജാവിന്റെ കൽപ്പന വന്നു. ആ മരം രണ്ടായിട്ട് മുറിച്ചിട്ടില്ലേ സഹോദരങ്ങളെ? മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം രണ്ട് പകുതിയായി വീണുപോയില്ലേ? സക്കരിയ നബി അടക്കമുള്ള പ്രവാചകരെ കൊന്നുകളഞ്ഞു, അമ്പിയാക്കന്മാരെ കൊന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ഒരു സമൂഹം പ്രവാചകന്മാരെ പുത്രനായി കാണുമ്പോ, ഒരു സമൂഹം ദൈവത്തിന്റെ പുത്രനായി അവരോധിക്കുമ്പോ, എന്നാ മറുഭാഗത്തൊരു സമൂഹം ദൈവത്തിന്റെ പുത്രനായി അംഗീകരിക്കുന്ന അതേ പ്രവാചകന്മാരെ തന്നെ ഏറ്റവും വലിയ മോശക്കാരാക്കി പറയുമ്പോ, സഹോദര, ഒരു ഭാഗത്തെ ഈസാ നബി അലൈഹിസ്സലാം ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയുന്ന ക്രൈസ്തവ സഭകൾ വരുമ്പോ, മറുഭാഗത്ത് തൗറയിലെ തോറ എന്ന് പറയുന്ന തൗറാത്തിന്റെ ആളുകൾ പറയുന്ന രണ്ടാണ്. ഈസാ നബി വ്യഭിചാര സന്തതി എന്നാണ്, ജാരസന്തതി എന്നാ. ഇത് ഇസ്ലാം നിരോധിച്ച കാര്യമാ. അത് രണ്ടും നിങ്ങൾ ചെയ്യണ്ട, അത് രണ്ടും നിങ്ങൾ അംഗീകരിക്കണ്ട. പിന്നെ നിങ്ങൾ എന്ത് നിലപാടാ സ്വീകരിക്കേണ്ടത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് അനുസരിച്ചാ നമ്മൾ ജീവിക്കേണ്ടത്. അദ്ദേഹം പറയുകയാണ്, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, ഞാൻ ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനത്തുൻ നബവിയുടെ മിമ്പറിൽ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടു. മഹാനായ ഉമർ തങ്ങൾ മദീനത്തെ മിമ്പറിലാണ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. കേട്ടത് ഇബ്നു അബ്ബാസ് തങ്ങളാ. എന്താ ഉമർ തങ്ങൾ മദീനത്തുൻ നബവിയുടെ ആ മിമ്പറിൽ നിന്ന് പ്രസംഗിച്ചത്? അദ്ദേഹം പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലാ തുത്റൂനി കമാ അതറത്തിൻ നസാറാ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രനായ ഈസാ നബിയോട് ക്രിസ്ത്യാനികളെ ചെയ്തതുപോലെ നിങ്ങൾ എന്നോട് കാണിക്കല്ലേ, നിങ്ങൾ എന്നെ പുകഴ്ത്തല്ലേ, നിങ്ങൾ എന്നോട് പ്രവർത്തിക്കല്ലേ. ഫഇന്നമാ അന അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ പ്രവാചകനുമാണ്. സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിന്റെ പ്രവാചകനായി നബി തങ്ങൾ അംഗീകരിക്കുമ്പോ അടിമയായി കൂടി അംഗീകരിക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. അല്ലാഹുവിന്റെ ഹബീബിന് ദൈവീകത കൽപ്പിക്കാൻ നമുക്ക് കഴിയില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ നബി തങ്ങളോട് ദൈവീകത കൽപ്പിച്ചാൽ ആ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനത്തിന് വിരുദ്ധമാണ്. ഇത് നമുക്ക് അല്ലാഹുവിന്റെ വിശുദ്ധ ദീൻ വിലക്കിയ കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ന്യൂനതകളുമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെ ഇല്ല. പ്രവാചകന് എല്ലാം തികഞ്ഞ പ്രവാചകനാണ്. എല്ലാ അവയവങ്ങളും ന്യൂനതകളിൽ നിന്ന് രക്ഷപ്പെട്ട പ്രവാചകനാണ്. പക്ഷെ മനുഷ്യനാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം. അള്ളാഹുവിന്റെ റസൂലും മനുഷ്യനാണ്, പക്ഷെ സാധാരണ മനുഷ്യനല്ല. നമ്മൾ വീട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ കല്ലിനും നമ്മൾ പറയുന്നത് കല്ലെന്ന് തന്നെ. എന്നാൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന, കോടാനകോടി രൂപയുടെ വില വരുന്ന കല്ലും മനോഹരമായ വൈഡൂര്യവും മാണിക്യവും മരതകവും അതൊക്കെയും കല്ല് തന്നെയാണ്. രണ്ടിനും പറയുന്ന കല്ല് എന്നാണെങ്കിലും അതിന്റെ മൂല്യത്തിന് വ്യത്യാസമുണ്ട്. ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. പക്ഷേ നമ്മളെ പോലത്തെ ഒരു മനുഷ്യനെന്നതിന് അർത്ഥമില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നബിയോട് അല്ലാഹ് പറയാൻ പറഞ്ഞത്, നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണ്. ചോര ഓടുന്നുണ്ട്, രക്തം ഓടുന്നുണ്ട്, സിരകളിൽ ചുടുനിണം ഓടുന്നുണ്ട്. എനിക്കും വികാരമുണ്ട്, വിചാരമുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്, എല്ലാം എനിക്കുണ്ട്. നിങ്ങളെ പോലെ തന്നെ ഞാനും നടന്ന് യാത്ര ചെയ്യണം. ഇതൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പോലെയാണ് എന്ന് പറയുമ്പോഴും വിശുദ്ധ ഖുർആൻ നബി തങ്ങളെ പറ്റിയിട്ട് പല സ്ഥലങ്ങളിലായി പറഞ്ഞത് നമ്മളെ പോലത്തെ മനുഷ്യനല്ല എന്നാണ്. എങ്കിലും അള്ളാഹുവിന്റെ അടിമയാണ്. ഇസ്രാ എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആ റജബ് മാസത്തിലെ മനോഹരമായ ആകാശയാത്രയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വാക്കെന്താണ്? സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്നാണ്. അബ്ദ്, അടിമ.
ഖുർആൻ നബിതങ്ങൾക്ക് കൊടുത്ത വലിയൊരു ദൃഷ്ടാന്തമാണ്. ഈ ദൃഷ്ടാന്തം അള്ളാഹു നബിതങ്ങൾക്ക് കൊടുക്കുമ്പോ അത് ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയതും അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി എന്ന അടിമയെന്ന. അപ്പൊ നമ്മളിപ്പോ ഒരാൾക്ക് സമ്മാനം കൊടുത്താൽ നമ്മൾ അയാൾക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ചിട്ടാ കൊടുക്കുക. നമ്മൾ അയാൾക്കൊരു സമ്മാനം, ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ അയാൾക്ക് ഇഷ്ടമുള്ള പേര് നമ്മൾ വിളിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ നബിതങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഒന്ന് നിശാപ്രയാണം, വാനാരോഹണം എന്ന ആ ഇസ്രാ. രണ്ട് പരിശുദ്ധ ഖുർആൻ എന്ന ദൃഷ്ടാന്തം. ഇത് രണ്ടും കൊടുക്കുന്നതിനെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താ? സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി. ഇസ്രായിനെ പറ്റി പറഞ്ഞത് അടിമ എന്നാണ്. ഖുർആനെ പറ്റി പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി എന്നാണ്. അപ്പോ ഈ അബ്ദ് എന്ന വാക്ക് നബിതങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തുൻ നബവിയുടെ മിമ്പറിൽ നിന്ന് പറഞ്ഞത്, ഞാൻ എന്റെ ഹബീബ് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഫഇന്നമാന അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്, വറസൂലുഹു, അവന്റെ ദൂതനുമാണ്. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് മനുഷ്യരെത്തേണ്ടതുണ്ട്. ഇത് പ്രവാചകന്മാരുടെ നമ്മുടെ നിലപാടാണ്. നമ്മളിവിടെ സ്മരിക്കുന്ന 3 മഹാന്മാരുണ്ട്. ഒന്ന് കണ്ണിയത്ത് ഉസ്താദാണ്, രണ്ടാമത്തേത് ശംസുൽ ഉലമയാണ്, മൂന്നാമത്തേത് ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദാണ്. എത്ര മനോഹരമായ ജീവിതമായിരുന്നു. അതിൽ ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള, എനിക്ക് എന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റിയിട്ടുള്ള, വേദി പങ്കിടാൻ പറ്റിയിട്ടുള്ള, കൈപിടിച്ച് മുത്താൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള, തലയിൽ കൈവച്ച് മന്ത്രിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള, കുടിച്ചതിന്റെ ബാക്കി ആവേശത്തോടെ വാങ്ങി കുടിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് മാത്രമാണ്. അത്തിപ്പറ്റ ഉസ്താദ് മാത്രമാണ്. നിങ്ങൾക്ക് ശംസുലമയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അത്തിപ്പറ്റ ഉസ്താദ് വല്ലാത്തൊരു മനുഷ്യനായിരുന്നു. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കണ്ണിയത്ത് ഉസ്താദിനെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ശംസുൽ ഉലമയെ പറ്റി നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അത്തിപ്പറ്റ ഉസ്താദിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ എന്റെ അനുഭവത്തിൽ, ഞാൻ ഇടുക്കി ജില്ലയിൽ ശാന്തമ്പാറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ പള്ളി ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നു. ആ സദസ് ദുആക്ക് നേതൃത്വം നൽകുന്നത് ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, പ്രഭാഷണം ഈ വിനീതൻ. ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞ് പോയി. ബഹുമാനപ്പെട്ട ഉസ്താദ് ദുആ അവസാന സമയമാണ്, നമ്മളെ ഏഴിമല തങ്ങൾ വരും പോലെ. അതിനു മുമ്പ് പ്രഭാഷണം. ഞാൻ പ്രസംഗിച്ചൊരു 10-40 മിനിറ്റ് ആയപ്പോഴേക്കും ഉസ്താദ് അവറുകൾ കയറി വന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ഭയത്തോടുകൂടി പ്രസംഗിച്ചൊരു വേദി അതാണ്. നിർത്തണ്ട, പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാനൊരു 10-15 മിനിറ്റും കൂടി ഞാൻ പ്രസംഗിച്ചു, കൂടുതൽ പ്രസംഗിച്ചില്ല. ഉടനെ ഉസ്താദിന്റെ സ്വതസിദ്ധമായ ശൈലി, ആ സദസ്സിൽ നിന്ന് എല്ലാ കസേരയും മേശയൊക്കെ പുറത്തിട്ടു, നല്ല മനോഹരമായ മുസല്ല വിരിച്ചു, അവിടെ എല്ലാവരെയും പിടിച്ചിരുത്തി. നല്ല നിബിഡമായ സദസ്സ്. ആ സദസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഗുണപാഠം അതിലുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ മുന്നിൽ കുറച്ച് ദിക്റൊക്കെ ചൊല്ലിയിരിക്കുന്ന ഉസ്താദിന്റെ മുന്നിൽ സംഘാടകരിൽപ്പെട്ട ഒരാള് തന്നെ സദസ്സിൽ കുടിക്കുന്നതിന് കൊണ്ടുവച്ചിട്ടുള്ള മിനറൽ വാട്ടറിന്റെ ഒരു കുപ്പിയെടുത്ത് ഉസ്താദിന്റെ മുന്നിൽ കൊടുത്തിട്ട് അതിലൊന്ന് മന്ത്രിച്ചൂതാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ അതിൽ ഊതി കൊടുക്കും. പക്ഷേ അത്തിപ്പറ്റ ഉസ്താദ് ആ സദസ്സിനോട്, ആ സദസ്സിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരുമിച്ചുകൂടി ആളുകളുടെ സാന്നിധ്യത്തിൽ ആ മനുഷ്യനോട് പറഞ്ഞത്, ഈ കുപ്പിവെള്ളം ഇത്രയും ആളുകൾക്ക് അവകാശപ്പെട്ടതാണ്, ഈ ഇരിക്കുന്ന ഇത്രയും ആളുകൾക്ക് അവകാശപ്പെട്ടതാണ്. ഇത്രയും ആളുകൾക്ക് പൊരുത്തോണ്ടോന്ന് ചോദിക്കെങ്കിൽ അതിൽ ഊതിത്തരാം, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി വെള്ളം എടുത്തുകൊണ്ടുപോവാ. ഇതാര് സൂക്ഷിക്കും? ഒന്ന് ചിന്തിച്ചു.
ഇതാര് ശ്രദ്ധിക്കും? ഇതാരാണ് ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നത്? എനിക്ക് എന്റെ മുന്നിൽ ഞാൻ നേരിട്ട ഇതേപോലെ ഒരു വേദി ബഹുമാനപ്പെട്ട ഉസ്താദ് മുന്നിലിരിക്കുന്ന ഒരാളിനെ അടുത്തേക്ക് വിളിച്ചു. ഇതൊക്കെ ചില ആളുകൾ ചോദിക്കും. ഈ കമന്റ് വീരന്മാരുണ്ട്, കമന്റ്സ് വീരന്മാര് ഈ ഫേസ്ബുക്കില് യൂട്യൂബിലൊക്കെ ഇതിനു വേണ്ടിയിട്ട് റീചാർജ് ചെയ്തിരിക്കുന്ന ചില കാക്കാന്മാരുണ്ട്. വേറെ ആരും എഴുതൂല. എത്ര മോശം കമന്റ് വന്നാലും അതിന്റെ ID മുസ്ലിം നാമധാരിയായിരിക്കും, വേറെ ജോലി ഒന്നുമില്ല. അപ്പൊ ഇപ്പോ തുടങ്ങുന്നുണ്ടാവും ലൈവ്, ഇപ്പൊ തുടങ്ങുന്നുണ്ടാവും പണി. ഞാൻ പറയാണ്, നിങ്ങൾ എത്ര തുടങ്ങിയാലും നിങ്ങളുടെ കൈ കഴിക്കുന്നതല്ലാതെ ഞങ്ങളുടെ ആദർശത്തിൽ നിന്ന് ഞങ്ങൾ പറയുന്ന കാര്യം തെറ്റാണ് എന്ന് ഞങ്ങൾക്കൊരിക്കലും ഉറപ്പില്ല. ഞങ്ങൾക്കൊരിക്കലും അങ്ങനെ ഒരു ചിന്തയില്ല. ഞങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് ശരിയായ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ആയിരക്കണക്കിന് കമന്റുകൾ മോശമായി വന്നാലും, ആയിരക്കണക്കിന് നാസ്തികവാദികൾ, ആയിരക്കണക്കിന് നിരീശ്വരവാദികൾ വിശുദ്ധമായ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പണ്ഡിതന്മാരെയും അവഹേളിച്ചാലും ഇസ്ലാമിക ശരീഅത്തിന്റെ അവസാന ഉന്നമനത്തിന് വേണ്ടി, ഇസ്ലാമിന്റെ സുന്ദരമായ വ്യാപനത്തിന് വേണ്ടി ഏതറ്റം വരെയും ഏതു വേദിയിലും സധൈര്യം വിളിച്ചു പറയാൻ, ആവേശത്തോടെ പറയാൻ ഇന്നും ആ ആവേശം ചുവന്നു പോകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അള്ളാഹു അത് മരണം വരെ നിലനിർത്തി തരട്ടെ. അത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി തരട്ടെ. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് സദസ്സിൽ നിന്ന് ഒരാൾ അടുത്തേക്ക് വിളിച്ചു. അദ്ദേഹം ഓടി അടുത്തെത്തി എന്തോ ഒരു സാധനം കയ്യിൽ കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ജനങ്ങൾ നടന്നു പോകാത്തൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇടാൻ പറഞ്ഞു. എന്തായിരിക്കും കൊടുത്തു വിട്ടത്? തന്റെ ജുബ്ബയിലൂടെ കയറിപ്പോയ ഒരു ഉറുമ്പ്. ഇത് ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത്. ഇത് ലോകം മുഴുവനും കാണുകയാണ്. എനിക്ക് ഇല്ലാത്തൊരു മഹത്വം പറഞ്ഞ് അത്തിപ്പറ്റ ഉസ്താദിനെ മഹത്വപ്പെടുത്തേണ്ട കാര്യമില്ല. അത്തിപ്പറ്റ ഉസ്താദിന് ഞാനൊരു കള്ളം പറഞ്ഞൊരു മഹത്വം, ഒരു മദ്ഹ് പറഞ്ഞൊരു മൗലിദ് പറഞ്ഞിട്ട് ഉസ്താദിന്റെ ദറജ കൂടാനും പോണില്ല. കണ്ടത് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹം ഇല്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ തന്റെ ജുബ്ബയിലൂടെ കയറിപ്പോയ ഒരു ചെറിയ ഉറുമ്പിനെ അതെടുത്തിട്ട് ഒരാളുടെ കൈ കൊടുത്തിട്ട് പറയാണ്, ആളുകൾ നടന്നു പോകാത്ത സ്ഥലത്ത് കൊണ്ടുവന്നിട്ടേക്ക്. കാരണം ജനങ്ങൾ പോയി അതിനെ ചവിട്ടിയരച്ച് കളയണ്ട. ഒരു ജീവിയെ പോലും നോവിക്കാതെ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക്, റബ്ബിനെ കണ്ടുമുട്ടാൻ, തിരുനബിയെ കണ്ടുമുട്ടാൻ, അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ കണ്ടുമുട്ടാൻ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആ പരിശുദ്ധമായ ആണ്ടിന്റെ കൊല്ലത്തിൽ അതേ മാസത്തിൽ തന്നെ മരണപ്പെട്ടു പോയ മഹാനായ മുഹയ്യിസ് സുന്ന ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാനവറുകളുടെ ജീവിതം എത്ര സുന്ദരമായിരുന്നു. അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം പോലും എന്ത് രുചിയായിരുന്നു. അദ്ദേഹത്തിന്റെ രോഗം കാരണമായി സംഘാടകർ അദ്ദേഹത്തിന് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. ഇവിടേക്ക് വന്നിട്ടുണ്ടോ? ഇവിടുന്ന് വന്നിട്ടില്ല. സ്പെഷ്യൽ ഫുഡാണ്. എന്താണെന്നറിയോ? നല്ല കൂടുതൽ വേവിക്കുന്ന ചോറ്. ഉസ്താദിന്റെ ആ രോഗത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട്, സർജറി ചെയ്തതിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, ചവയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നല്ല വെന്ത് പാകമായ ചോറ്, എരിവില്ലാത്ത കറി, അത് തന്നെ കഴിക്കുമ്പോ എന്തൊരു സുഖമാണ്. നിൽക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചിരുത്തി നിലത്തിരുന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം. ഒരാൾ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റൂല. ഒന്നുകിൽ പോകണം, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കണം. എന്ത് രീതിയാണ്! എത്ര രീതിയാണ്! നല്ല രീതികൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും അത്തിപ്പറ്റ ഉസ്താദ് ഒരു ദൈവമായിരുന്നു, ഒരു പടച്ചോനായിരുന്നു നമ്മൾ പറയുന്നില്ലല്ലോ. ഒരിക്കലും പറയുന്നില്ല. നമ്മൾ ഒരിക്കലും അവരെ ഇകഴ്ത്തി കാണിക്കുന്നില്ല. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അങ്ങേയറ്റവും പാടില്ല, അങ്ങേയറ്റവും പാടില്ല. അദ്ദേഹം മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്, വലിയ ഒരു പണ്ഡിതനാണ്. ആ പാണ്ഡിത്യത്തെ മുഴുവനും അംഗീകരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ അവരെ ആദരിക്കുന്നു, നമ്മൾ ബഹുമാനിക്കുന്നു. ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്, ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. എന്നാ സഹോദരങ്ങളെ, റബ്ബിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെ. ആളുകളെ രണ്ട് തെറ്റാണ്. ഒന്നുകിൽ ഇങ്ങേയറ്റമാണ്, അല്ലെങ്കിൽ അങ്ങേയറ്റമാണ്. അള്ളാഹുവിന്റെ വിഷയത്തിൽ ആളുകളെ പറയുന്ന ദൈവമില്ല. അത് കോവിഡ് കാലഘട്ടത്തിൽ ആ ചിന്തകൾ കൂടി.
ചോദിക്കുകയാണ്, ആളുകളെ പടച്ചവനുണ്ടോ, അല്ല ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹമുണ്ടായി. പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ സമയത്ത് അറബി കോളേജുകൾ അടവാണ്, മദ്രസകൾ അടവാണ്, യതീംഖാനകൾ അടവാണ്, മജ്ലിസുകൾ അടവാണ്, വഅലിന്റെ മജ്ലിസുകളില്ല. ഇതൊന്നും ഇല്ലാതെ വന്നപ്പോ പതുക്കെ പതുക്കെ നാസ്തികവാദം തലപൊക്കി വന്നു, നിരീശ്വരവാദം തലപൊക്കി വന്നു. അവര് ചോദിക്കുന്നു, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, അവര് ചോദിക്കുന്നു, എന്തേ കാണാത്ത ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നു? കാണാത്ത ദൈവത്തെ എന്തിനാരാധിക്കുന്നു? ഇതാരാ ചോദിക്കുന്നതെന്നറിയോ? കാണാത്ത വൈറസ് പിടിക്കുമെന്ന് പറഞ്ഞ് മുൻകൈ സോപ്പ് വെള്ളം കൊണ്ട് കഴുകി സാനിറ്റൈസും മാസ്കുമായി നടക്കുന്നവരാണ് പറയുന്നത്. അവരാണ് ചിന്തിക്കുന്നത്, അവരാണ് ജനങ്ങളെ ചിന്തിപ്പിക്കുന്നത്. കാണാത്ത ദൈവത്തെ എന്തിന് ആരാധിക്കുന്നുവെന്ന്, കാണാത്ത ദൈവത്തെ എന്തിന് ആരാധിക്കുന്നെന്ന് പറയുന്നവര് ആ ഒരു നിലയിലേക്ക് എത്തപ്പെട്ടു. നിരീശ്വരവാദം ഇങ്ങനെ മുളച്ചു പൊന്തുകയാണ്. സഹോദരങ്ങളെ, എവിടെയും നിരീശ്വരവാദികൾ ഇങ്ങനെ തലപൊക്കി വരികയാണ്. വന്നോട്ടെ, നാളെ ഒരു ദിനമുണ്ടടോ, നാളെ പടച്ചവന്റെ കോടതിയിൽ നീ വിരൽ കടിക്കുമടോ. നീ അവിടെ നിന്ന് എണ്ണി എണ്ണി പടച്ചവനോട് മറുപടി പറയേണ്ടി വരും, ഒരു സംശയമില്ല. അവിടെ നമുക്ക് കാണാം, അവിടെ വെച്ച് നമുക്ക് കാണാം. അങ്ങനെ ജനങ്ങളെ ദൈവത്തിന്റെ വിഷയത്തിൽ, അള്ളാന്റെ വിഷയത്തിൽ രണ്ട് തട്ടാണ്. ഒന്ന്, ഇങ്ങേറ്റം അവര് പറയുന്ന ദൈവമില്ല. ഇനി ചില ആളുകളുണ്ട്, കേൾക്കണേ, അങ്ങേ അറ്റമാണ് അവർ ചിന്തിക്കുന്നത്. അവര് പറയുകയാണ്, ദൈവം നിരവധിയുണ്ട്, അള്ളാഹ്ക്ക് മാത്രം പറ്റൂല. മഴ പെയ്യിപ്പിക്കാൻ വേറൊരു പടച്ചവന്, കാറ്റടിപ്പിക്കാൻ വേറൊരു പടച്ചവന്, അതുപോലെ തന്നെ മനുഷ്യന് ആഹാരം കൊടുക്കാൻ മറ്റൊരു പടച്ചവന്. അങ്ങനെയാണ് വബ്ബിനെയും സുവായിനെയും യഗൂഖിനെയും യഊസിനെയും നസ്റിനെയും ലാത്തയും ഉസ്സയെയും ആരാധിച്ചു കൊണ്ടിരുന്നവര് അവരല്ലാഹുവിലെ വിശ്വാസമില്ലാത്തവരല്ല, അവരല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാ. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പയുടെ പേരെന്താണ്? അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ ദാസൻ എന്നാണ് പേര്. ഇതാരിട്ട പേരാണ്? അബ്ദുൽ മുത്തലിബ് ഇട്ട പേരാ. അബ്ദുൽ മുത്തലിബിന് അറിയില്ലേ പടച്ചവനുണ്ടെന്ന് അറിയാ. അതുകൊണ്ടല്ലേ മുത്തുനബിയുടെ വാപ്പയ്ക്ക് അഥവാ അബ്ദുൽ മുത്തലിബിന്റെ പൊന്നുമോൻ അബ്ദുള്ളക്ക് അബ്ദുള്ള എന്ന് പേരിട്ടത്. അതുകൊണ്ടല്ലേ കഅബാലയം തകർക്കാമെന്നപ്പോ ആബറകത്തിന്റെ ആനപ്പടയോട് പോരാടാൻ വേണ്ടിയിട്ട് അബ്ദുൽ മുത്തലിബ് ചെയ്തതെന്താണ്? കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്തു. അല്ലാഹുവേ, നീയാണ് കഅബയുടെ ഉടമസ്ഥൻ തമ്പുരാനെ, നിന്റെ കഅബാലയത്തെ നീ തന്നെയാണ് സംരക്ഷിക്കേണ്ടത്. അതിനു മുമ്പ് അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോയ അബ്റഹത്ത് ഒട്ടകങ്ങളെ ചോദിച്ചു ചെന്ന്, എന്റെ ഒട്ടകങ്ങളെ താടാ. ആ സമയത്ത് അബ്ദുൽ മുത്തലിബിനോട് അബ്റഹത്ത് പറഞ്ഞത്, എന്താ നിങ്ങൾ ഈ പറയുന്നത്? കഅബ പൊളിക്കാൻ വേണ്ടി വന്ന ഞങ്ങളോട് ചോദിക്കുന്നു ഒട്ടകങ്ങളെ തരാൻ ഇത്ര നിസ്സാരന്മാരാണോ നിങ്ങളെന്ന് ചോദിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, എടോ അബ്റഹത്തെ, എന്റേതാണ് ഒട്ടകങ്ങൾ, അതെനിക്ക് വേണം. കഅബ എന്റേതല്ല, പടച്ചവന്റേതാണ്, അതവൻ നോക്കിക്കൊള്ളും. കഅബ റബ്ബിന്റേതാണ്, അവൻ നോക്കിക്കൊള്ളും. ഒട്ടകം എന്റേതാണ്, അതെനിക്ക് നോക്കണം. അതുകൊണ്ട് എന്റെ മോഷ്ടിച്ചു കൊണ്ടുപോയ, കവർച്ച ചെയ്തെടുത്ത, അപഹരിച്ചെടുത്ത ഒട്ടകങ്ങളെ എനിക്കിതാ. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, കഅബ റബ്ബിന്റേതാണ്, അത് അവൻ നോക്കിക്കോട്ടെ. അല്ലാഹു നോക്കി എങ്ങനെ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ലോകത്തെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ലോകത്തെ ഏറ്റവും വലിയ ജീവി, കരയിലെ ജീവി. കേരളത്തില്, നമ്മളെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ നമ്മൾ പഠിച്ചത് ആന എന്നാണ്. കാസർഗോഡ് അങ്ങനെയല്ലേ? കരയിലെ ഏറ്റവും വലിയ ജീവി ആന. കഅബ തകർക്കാൻ വന്നത് ആന. നമ്മുടെ നാട്ടിലെ ചെറിയ ജീവികളിൽപ്പെട്ട ഒരു ജീവിയാണ് ചെറിയ കുരുവി. കുരുവി എന്ന് പറയുന്നത് ഇവിടെ കിളികൾ. അള്ളാഹു നശിപ്പിച്ചത് ഏതുകൊണ്ടാണ്? അബാബീൽ പക്ഷികളെ കൊണ്ട്. അതിന് തഫ്സീറുകളിൽ കാണാം കുരുവിക്കൂട്ടങ്ങളെന്ന്. ചില വൈറസുകളാണെന്ന് പറയുന്നുണ്ട്. ചില വൈറസുകളാണെന്ന് പറയുന്നുണ്ട്.
സുബ്ഹാനല്ലാഹ്, വൈറസ് ബാധ പിടിച്ചിട്ട് ചൈനയിലെ വുഹാൻ മാർക്കറ്റിലെ ഏതോ ഒരു മത്സ്യക്കച്ചവടക്കാരിയുടെ കൊട്ടയിൽ നിന്ന് പുറത്തു ചാടിയ വൈറസാണ് അമേരിക്കയിലെ ശതകോടീശ്വരനായ ഡൊണാൾഡ് ട്രംപിനെ പോലും പിടിച്ചു കെട്ടിയിട്ട് ദരിദ്ര രാജ്യമാകുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എലിപ്പനിയുടെ ഗുളിക തന്നില്ലെങ്കിൽ ഞങ്ങൾ ശത്രുതാ മനോഭാവത്തോടു കൂടി കാണുമെന്നും യുദ്ധപ്രഖ്യാപനം നടത്തുമെന്ന് ഈ ശതകോടീശ്വരനായ വെള്ളക്കാരനായ വംശീയവാദിയായ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരനായ ഈ ഡൊണാൾഡ് ട്രംപ് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് കാല് പിടിച്ച് ചോദിച്ചത് എലിപ്പനിയുടെ ഗുളികയാണ്. ഒന്നാലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ വൈറസ് അത് വല്ലാതെ പിടിച്ചു കുലുക്കുന്നത് അതാണ് നശിപ്പിച്ചതെന്നും പറയുന്നുണ്ട് മുഫസ്സിരീങ്ങൾ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായങ്ങൾ പറയും. നമ്മൾ പറയുന്നു കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ നശിപ്പിച്ചത് ആകാശത്തിലൂടെ പറക്കുന്ന ഏറ്റവും ചെറിയ ജീവി. അല്ലാഹു അക്ബർ. എന്തുകൊണ്ടാ? അബ്ദുൽ മുത്തലിബ് റബ്ബിനെ ഏൽപ്പിച്ചു. കവർച്ച നടത്തി ഒട്ടകത്തെ പിടിച്ചു കൊണ്ടുപോയി ആദ്യം. അപ്പൊ എവര് ഒട്ടകം വാങ്ങിക്കാൻ അങ്ങോട്ടൊന്നും പറഞ്ഞ് ഞാൻ ഒട്ടകം പിടിച്ചു വാങ്ങാൻ വന്നതല്ല, കഅബ പൊളിക്കാൻ വന്നതാണ്. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറയാ, എടാ എന്റെ ഒട്ടകം കിട്ടാ, ഞാൻ പോട്ടെ. അന്നത്തെ അവിടത്തെ ഒട്ടകം എന്ന് പറഞ്ഞാൽ അന്നത്തെ ബെൻസും BMW ഓടി കാറിന്റെ മെഴ്സിഡൻസ് ബെൻസിന്റെ ഒക്കെ വിലയാ. അന്നൊരു ഒട്ടകം ഉണ്ടെന്ന് പറഞ്ഞാൽ, അറബിക്കൊരു ഒട്ടകം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നൊരു മുതലാളിക്ക് ബെൻസ് ഇട്ടെന്നതിന്റെ അർത്ഥമാണ്. എന്റെ സഹോദരങ്ങളെ, അപ്പൊ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, എനിക്ക് എന്റെ ഒട്ടകം എന്താ? അപ്പൊ വീണ്ടും അബ്രഹത്ത് പറയാ, ഞാൻ കഅബ പൊളിക്കാനാ വന്നത്. എടാ നീ എന്റെ ഒട്ടകം എന്താ, ഞാൻ പോട്ടെ. അവൻ പറഞ്ഞു, എടാ നിങ്ങൾ എന്താ ഈ ഒട്ടകത്തെ ചോദിക്കുന്നത്? കഅബ പൊളിക്കാൻ വന്നു പറയുമ്പോ ഒട്ടകത്തെ ചോദിക്കുകയാണോ? അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞതാണ്, ഒട്ടകം എന്റതും കഅബ റബ്ബിന്റെതും. അപ്പൊ എന്റത് ഞാൻ ചോദിക്കുന്നു, കഅബ അവന്റേതാണ്, അവൻ നോക്കിക്കോട്ടെ. അല്ല നോക്കി ചവച്ചരയ്ക്കപ്പെട്ട ചണ്ടി പോലെ, വൈക്കോൽ ചണ്ടി പോലെ അല്ലാഹു അവരെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹു തആല ഹിജ്റ വർഷം തുടങ്ങുന്നത് വരെ, അഥവാ നബി തങ്ങളുടെ 53ാമത്തെ വയസ്സുവരെയും വർഷം നിശ്ചയിക്കപ്പെടുന്നത് ആമുൽ ഫീൽ, ആനക്കലഹ വർഷം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ചരിത്രത്തിന്റെ അധ്യായത്തിൽ അതിനെ എഴുതി ചേർത്ത് വെച്ചു. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആക്കി, ഒരു ടേണിംഗ് പോയിന്റ് ആക്കി അള്ളാഹു അതിനെ മാറ്റി, ആളുകൾ വിലയിരുത്തപ്പെടാൻ വേണ്ടിയിട്ട്. അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഖൈറും ബറക്കത്തും നൽകട്ടെ. മനസ്സിലാക്കി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ജീവിക്കുന്നത് മുഅ്മിനായി തന്നെ ജീവിക്കാൻ, കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ ദീനിന്റെ ദിശ മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അള്ളാഹു ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളിൽ നിന്ന്, അല്ല പലതുണ്ടെന്ന് പറയുന്ന മുശ്രിക്കീങ്ങളിലേക്കുള്ള ദൂരമേതാ സഹോദരങ്ങളെ? അതിന്റെ രണ്ടിന്റെയും ഇടയിൽ വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, നിങ്ങളെ ഒരു സന്തുലിത സമൂഹമാക്കി. നമ്മൾ പറയുന്നു ഇല്ല, അല്ല ഇല്ലെന്ന വാദം തെറ്റാ, അല്ലാഹു പലതുണ്ടെന്ന വാദവും തെറ്റാ. ഇത് രണ്ടിന്റെയും ഇടയിൽ ഞങ്ങൾ ഉമ്മത്തുൻ വസത്തായത് കൊണ്ട് ഞങ്ങൾ പറയുന്നു എന്താ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഖുൽ നബി അങ്ങ് പറയുക, ഹുവല്ലാഹ്, അല്ലാഹു ഏകനാണ്, അഹദാണ് അവൻ ഏകനാണ്. അല്ല ഇല്ലെന്ന നിരീശ്വരവാദിയെ, അല്ല പലതുണ്ടെന്ന ബഹുദൈവ വിശ്വാസിയെ, നിങ്ങളുടെ ചിന്തകൾ മൂഢമാണ്. നിങ്ങളെ വിഡ്ഢികളുടെ സ്വർഗ്ഗത്തിലാണ്. അല്ല പറഞ്ഞത് അല്ലാഹു ഉണ്ട്, ഏകനാണ്. ലം യലി, അല്ലാഹു സ്വമദ്, അവനെ എല്ലാവരും ആശ്രയിക്കണം, അവൻ ആരെയും ആശ്രയിക്കില്ല. അവൻ ആരെങ്കിലും വേണോ? നിങ്ങൾ ഒരു സെക്കൻഡ് ഒന്ന് ശ്രദ്ധിച്ചേ. ഈ കഴിഞ്ഞ 2 വർഷം ഉംറ അവിടെ, ഹജ്ജ് അവിടെ തദ്ദേശീയർക്ക് മാത്രം ഹജ്ജ് ഉണ്ടായിരുന്നു. ഹജറുൽ അസ്വദ് ഒക്കെ ബാരിക്കേഡ് വെച്ച് അടച്ചു, അങ്ങോട്ട് കടത്തി വിട്ടില്ല. റൗള അടച്ചിട്ടിരുന്നു. ലോകത്തുള്ള മുഴുവൻ പള്ളികളും അടച്ചു, എല്ലാം അടയ്ക്കും പോലെ. ഒരു മദ്രസ ഇല്ല, ഒരു അറബി കോളേജ് ഇല്ല, ഒരു യതീംഖാന ഇല്ല, ഒരു ബനാത്തില്ല, ഒരു മജ്ലിസ് നൂറില്ല, ഒരു സ്വലാത്ത് ഹൽക്ക ഇല്ല, ഒരു ദിക്ർ ഹൽക്ക ഇല്ല, ഒരു മതപ്രസംഗ വേദിയില്ല, ഒന്നുമില്ല. എന്നിട്ട് പടച്ചോൻ എന്തെങ്കിലും നഷ്ടം വന്നു?
2 കൊല്ലം കഴിഞ്ഞപ്പോ അള്ളാഹ് അന്നത്തെ പോലെ തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത്? അള്ളാഹുവിന് ഇതെല്ലാം വല്ല ആവശ്യമുണ്ടോ? എന്റെ പൊന്ന് സഹോദരങ്ങളെ, നമ്മളെ നിസ്കരിച്ചില്ലെങ്കിലും അള്ളാഹ്ക്ക് ഒന്നുമില്ല. നമ്മളെ നിസ്കരിച്ച പടച്ചോന്റെ മഹത്വത്തിന്റെ ഗ്രാഫ് ഉയരുകയുമില്ല, അതൊന്നുമില്ല. ഇതെന്തിനാ നമ്മളെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. നമ്മളെ നബിതങ്ങളെ പേരിൽ സലാത്തിലാണോന്ന് പറഞ്ഞല്ലോ, അതെന്തിനാണ്? നബിതങ്ങൾക്ക് നമ്മൾ സലാത്ത് ചൊല്ലിയിട്ട് നബിതങ്ങൾക്ക് മഹത്വം കൂടാനാണോ? അല്ല, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ചൊല്ലിയില്ല, ലോകത്തുള്ള ഒരു മനുഷ്യനും പുണ്യ നബിയുടെ പേരിലുള്ള സലാത്ത് ചൊല്ലിയില്ല എന്നാ പോലും നമ്മുടെ അഷ്റഫുൽ ഖൽഖിന്, അവിടുത്തെ സ്ഥാനമാനങ്ങൾക്ക്, അവിടുത്തെ വസീലയ്ക്ക്, ഫളീലയ്ക്ക്, മഖാമും മഹ്മൂദിന് ഒരു കോട്ടവും വരുന്നില്ല. ഇനി ലോകത്തുള്ള എല്ലാവരും സ്വലാത്ത് എല്ലാം തുടങ്ങി, എല്ലാ ബിദഈ പ്രസ്ഥാനക്കാരും എല്ലാവരും സ്വലാത്ത് എല്ലാം തുടങ്ങി എന്ന് വെച്ചിട്ട് നബിതങ്ങൾക്ക് എന്തെങ്കിലും അധികം കിട്ടാൻ പോകുന്നോ? ഒന്നുമില്ല. ഇതൊക്കെ അള്ളാഹു കൊടുത്തു വെച്ചിരിക്കുക. പിന്നെ ഈ സ്വലാത്ത് ചെല്ലുന്നത് എന്തുകൊണ്ടാ? നമുക്ക് നന്നാകാൻ വേണ്ടി. അത് നമുക്കാണ് ഗുണം, നമുക്കാണ് കൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു സ്വമദാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയും നമ്മുടെ പള്ളിക്കൂടവും നമ്മുടെ മജ്ലിസുൻ നൂർ, നമ്മുടെ സലാത്ത് ഹൽഖയും നമ്മുടെ വഅലിന്റെ മജ്ലിസും നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ഹജ്ജും നമ്മുടെ ഉംറയും നമ്മുടെ ദാനധർമ്മങ്ങളും ഇതൊന്നും അള്ളാഹ്ക്ക് വേണ്ട. ഇതൊക്കെ നമുക്ക് നന്നാകാൻ വേണ്ടി അള്ളാഹു തന്നതാണ്. അതാണ് അള്ളാഹു സ്വമദ്. അവൻ നിരാശ്രയനാണ്, എല്ലാവരും അവനെ ആശ്രയിക്കുന്നു. ലം യലിദ്, അവൻ ആരെയും പ്രസവിച്ചിട്ടില്ല. വലം യൂലദ്, അവനെ ആരും പ്രസവിച്ചിട്ടില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് ഒരാളും പങ്കാവൂല. അവൻ അസിസ്റ്റന്റുമാരില്ല, അവന് പാർട്ണർഷിപ്പില്ല, അവൻ ആരെ സഹായിക്കാനില്ല. അവൻ എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ്. അവൻ ഗനിയാണ്, അവൻ സമ്പന്നനാണ്, നമ്മൾ ഫഖീറാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളിൽ നിന്ന് അള്ളാഹ് പലതെന്ന് പറയുന്ന ബഹുദൈവ വിശ്വാസികളിലേക്കുള്ള ദൂരത്തിന്റെ മധ്യഭാഗത്തൊരു രംഗമുണ്ട്. അതാണ് അള്ളാഹ് ഏകനാണ്, അവൻ നിരാശ്രയനാണ്, അവൻ ഒരിക്കലും പ്രസവിച്ചിട്ടില്ല, പ്രസവിക്കപ്പെട്ടിട്ടില്ല, അവനോട് ആരും യോജിച്ചിട്ടുണ്ടാവൂല. ഈ പറയുന്ന ഒരു വിശ്വാസം നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം. അതാണ് സന്തുലിതമായ അവസ്ഥ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ.